ചെറുകായ വെച്ചിട്ട് ഇന്ന് നമുക്കൊരു കറി തയ്യാറാക്കിയെടുക്കാം. പൊതുവെ ചെറുകായ വെച്ചിട്ട് കറി എടുക്കാറില്ല. അത് പഴുപ്പിച്ചാണ് നമ്മൾ അധികവും കഴിക്കാറ്. എങ്കിലും വയ്ക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ കറി വയ്ക്കാറുള്ളത്. എന്നാൽ ഇതിൻ്റെ തൊലിയൊന്നും കളയാതാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ കായക്ക് കൂടുതൽ കറി ഉള്ളത് കൊണ്ടാണ് നമ്മൾ പൊതുവെ ഇത് കറി വയ്ക്കാൻ ഇഷ്ടപ്പെടാത്തത്. അപ്പോൾ ഈ കായ അരിഞ്ഞ് വെച്ച ഈ വെള്ളത്തിലേക്ക് 2 ടീസ്പൂണ് വിനീഗർ ഒഴിച്ച് നല്ല പോലെ ഒരു 2-3 പ്രാവശ്യം തിരുമ്പി കഴുകി എടുത്തു കഴിഞ്ഞാൽ ഇതിന് കറി ഒട്ടും ഉണ്ടാവില്ല. നമുക്ക് ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെച്ചാലും നമുക്ക് ഇതിൻ്റെ കറിയൊന്നും ഇളകി പോവില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഞാൻ തിരുമ്പി എടുത്തിട്ടുണ്ട്. ഒരു 2-3 പ്രാവശ്യം കഴുകിയാൽ തന്നെ ഇതിൻ്റെ കറിയൊക്കെ നമുക്ക് പെട്ടെന്ന് അത് പോയി കിട്ടും. അപ്പോൾ ഞാൻ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു കറിയാണിത്. കായ വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണ് ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു പിടി നല്ലപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മൂടി അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു ചെറുകായ തോരനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.